ഇവിടുത്തെ ജീവിതം എല്ലാ ദിവസവും ഒരുപോലെ തന്നെ ആട്ടോ. അങ്ങനത്തെ ഒരു ദിവസം ആട്ടോ ഇന്നും. ചിലപ്പം തോന്നും എല്ലാം ഒഴിവാക്കി നാട്ടിലേക്ക് ഒരു പോക്ക് അങ്ങോട്ട് പോയാലോ എന്ന്. പിന്നെ വിചാരിക്കും നാട്ടിൽ പോയിട്ട് എന്ത് ജോലിയാപ്പം ചെയ്യാന്ന്. അപ്പോൾ ആ സമയത്ത് തോന്നിയ സങ്കടങ്ങളൊക്കെ മറന്ന് ഇവിടെ തന്നെ നിൽക്കാന്ന് അങ്ങോട്ട് ഉറപ്പിക്കും. വെറുതെ നാട്ടിൽ പോയി നിന്ന് ജോലിയും പൈസയും ഇല്ലാണ്ട് കുടുംബത്തിനെ വെറുതെ കഷ്ടപ്പെടുത്തണ്ടല്ലോ. ഇവിടെ ആകുമ്പോൾ നമ്മൾ മാത്രം കഷ്ടപ്പെട്ടാൽ മതി. അവരെ മുഖത്ത് സന്തോഷം എപ്പോഴും നമുക്ക് കാണാനും പറ്റും. ഇങ്ങനത്തെ ഒരുപാട് ചിന്തകളുമായിട്ടാട്ടോ ഇന്ന് കിച്ചണിലേക്ക് വന്നത്. അങ്ങനെ ചോറുള്ള അരിയെടുത്ത് വേഗം കഴുകി അടുപ്പത്തേക്ക് വെച്ച് അടുത്തത് സിമ്പിൾ ആയിട്ട് വെണ്ടക്കൊണ്ട് ഒരു കറിയാട്ടോ ഉണ്ടാക്കുന്നത്. ചട്ടിയിലെ വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് റെഡിയാക്കി വെച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, കറിവേപ്പിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുത്ത് എന്നിട്ട് ഒരു തക്കാളി ജ്യൂസ് അടിച്ചതും അതിലേക്ക് ഒഴിച്ചിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് വെള്ളവും ഒഴിച്ച് പാകത്തിലുള്ള ഉപ്പിട്ട് തളിച്ചു വന്നതിന് ശേഷം വെണ്ടയും അതിലേക്ക് ഇട്ട് വേവിച്ചെടുത്താൽ സിമ്പിൾ ആയിട്ടുള്ള വെണ്ടക്കറി റെഡി വരും കേട്ടോ. അപ്പോഴേക്കും ചോറ് വന്നിക്കണ്. ചോറിൽ വെള്ളമൊക്കെ വാർത്ത് മാറ്റി വെച്ച് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന പത്തിരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന 3-4 ദോശ വേഗം റെഡിയാക്കി എടുത്ത് എന്നിട്ട് വേഗം ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ വെണ്ടക്കറിയും കൂട്ടി എങ്ങനെ ദോശ തിന്നാന്ന്. എനിക്ക് ഈ കറി 3 നേരത്തേക്കുള്ളതാട്ടോ. നാട്ടിൽ ജീവിക്കുന്നവർക്കല്ലേ പൊരിച്ചതും കരച്ചതും അല്ലെങ്കിൽ ഭക്ഷണം ഇറങ്ങാണ്ടിക്കല്. ഇവിടെ റൂമിൽ പോലും ഭക്ഷണം ഉണ്ടാക്കാൻ സൗകര്യം ഇല്ലാണ്ട് പുറത്തു പോയി ഭക്ഷണം കഴിച്ച് ഒപ്പിച്ച് ജീവിക്കുന്ന ഒരുപാട് പാവപ്പെട്ട പ്രവാസികൾ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം ചായക്ക് കുടിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി ഷോപ്പിലേക്ക് പോവാട്ടോ. ഉച്ച വരെയുള്ള പണികളൊക്കെ തീർത്ത് 2 മണിയായപ്പോൾ ഷോപ്പിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങി റൂമിലേക്ക് നടക്കാട്ടോ. ഇപ്പൊ ചൂടൊക്കെ പോയി തണുപ്പിലേക്ക് കയറുന്ന ഒരു സമയം കൊണ്ട് നടക്കാനൊക്കെ നല്ല സുഖാട്ടോ. അങ്ങനെ റൂമിലെത്തി 2 മുട്ട എടുത്ത് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും പാകത്തിലുള്ള ഉപ്പിട്ട് നല്ലോണം ഇളക്കി സെറ്റാക്കി എടുത്ത് എന്നിട്ട് ഫ്രൈ പാന് ചൂടായപ്പോൾ അതിലേക്ക് ഒഴിച്ച് കുറച്ച് കുരുമുളക് പൊടിയും വിതറി ഒരു ഓംപ്ലേറ്റ് വേഗം റെഡിയാക്കി എടുത്ത് എന്നിട്ട് രാവിലെ റെഡിയാക്കി വെച്ച വെണ്ടക്കറി, മുട്ട പൊരിച്ചതൊക്കെ കൂട്ടി ചോറ് തിന്നുണ്ടോ. ഇനി വൈകുന്നേരം 4:30 വീണ്ടും ഷോപ്പിലേക്ക് തന്നെ പോകണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.